ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഡേയിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നില്ല. ജസ്റ്റ് മോൻ്റെ സ്കൂളിലൊന്ന് പോകണം, ആ വിശേഷങ്ങളും പിന്നെ രാവിലെ ഞാൻ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ 4 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. 4 മണി മുതൽ ഒരു 6:30 വരെയാണ് ഞാനിന്ന് രാവിലത്തെ പഠിച്ചത്. രാവിലെ ഞാൻ പഠിച്ചത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ റിവേഴ്സ്, ഇന്ത്യ റിവേഴ്സാണ് ഞാൻ ഇന്ന് നോക്കിയത്. അപ്പം ഇന്ന് എനിക്ക് മോൻ്റെ സ്കൂളിൽ, മോൻ്റെ മീൻസ് രണ്ടാമത്തവൻ്റെ ആദുവിൻ്റെ ഗ്രാജുവേഷനാണ്. എന്നുവെച്ചാൽ ഇവരുടെ സ്കൂളിൽ പിന്നെ KG സെക്ഷൻ കഴിഞ്ഞാൽ LKG UKG കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കയറുന്നതിൻ്റെ മുന്നായിട്ട് ഗ്രാജുവേഷൻ നടത്താറുണ്ട്. അപ്പം ആദു ഇനി 1ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവൻ്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകണം. അപ്പം എനിക്കറിയാം പോയാൽ പിന്നെ ഈവനിങ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പകലൊന്നും ഒരു തുള്ളി പോലും എനിക്ക് നോക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് രാവിലെ തന്നെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ വന്നതിന് ശേഷം എങ്ങനെയാണോ സമയം കിട്ടുന്നത് അല്ലെങ്കിൽ സാഹചര്യം പോലെ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാനും കുഞ്ഞു ആദും കൂടിയാണ് പോകുന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂൾ ബസ് ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ കൊണ്ടുവിടണം. അപ്പോൾ ചേട്ടായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടാൻ. രാവിലെ സ്റ്റാഫിൻ്റെ കുറവ് മൂലം ഡ്യൂട്ടി സ്ഥലത്തു നിന്ന് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എന്നോട് ബസ്സിൽ പോകാൻ പറഞ്ഞു. പിന്നെ ബസ്സിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. 9:30 അവിടെ എത്തേണ്ടത്. ഞങ്ങളുടെ ബസ് 9:40 ആയി. എന്നാലും കുഴപ്പമില്ല, കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവൻ ചെന്നപാടെ തന്നെ അതിനെ ഡ്രസ്സ് മീൻസ് ഗ്രാജുവേഷൻ്റെ ഒരു ഗ്രീൻ കോട്ടും തൊപ്പി അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാരൻസിനോട് അവിടെ ഒത്തിരി നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളോട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഇരുന്നോളാൻ പറഞ്ഞു. കാരണം പാരൻസിന് കാണുമ്പോൾ ചില കുട്ടികളൊക്കെ എപ്പോഴും ചിണുങ്ങുന്നൊക്കെ ഉണ്ട്. ആദൂന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെ ലൈനായിട്ട് കൊണ്ടുവന്ന് ഓഡിറ്റോറിയത്തിൽ ഇരുത്തി. അതിനുശേഷം ഇനാഗുറേഷൻ പ്രോഗ്രാമായിരുന്നു. ഗസ്റ്റായിട്ട് വന്ന ഷിമ മഞ്ഞെന്ന് പറയുന്ന ഒരു റൈറ്ററായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി ലൈറ്റിനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നടന്നത്. പിന്നെ അവരുടെ പ്രസംഗം അങ്ങനെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനാഗുറേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗ്രാജുവേഷൻ സോങ് ആയിരുന്നു. അതിനുശേഷം UKG അങ്ങോട്ട് ആണെന്ന് തോന്നുന്നു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാ മക്കളെയും ഇങ്ങനെ നിർത്തിയിട്ട് അതാണെന്ന് തോന്നുന്നു കേട്ടോ ഗ്രാജുവേഷൻ സോങ്. അതിൻ്റെ മുന്നേ പ്രെയർ ആയിരുന്നു. പിന്നീടാണ് ഗ്രാജുവേഷൻ. ഇതാണ് ഗ്രാജുവേഷൻ സോങ്. നല്ല രസമുണ്ടായിരുന്നു. മക്കളെല്ലാം എല്ലാവരും ആ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് കുഞ്ഞുവിൻ്റെ മൂത്തവൻ്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഇത്ര ഗ്രാൻഡ് ആയിരുന്നില്ല. കാരണം കൊറോണ ടൈമിലായിരുന്നു മൂത്തവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക്. ആ ടൈമിലാണ്. ഇപ്പോൾ അവൻ 3-ലാണല്ലോ, ഇനി 4-ലേക്ക്. അപ്പോൾ AV ഹാളിൽ വെച്ചിട്ടായിരുന്നു. ചെറിയ രീതിയിൽ ഇത്രയും ഗ്രാൻഡായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നില്ല. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു. ഇതുപോലെ മറ്റ് കുട്ടികളുടെ ചെറിയ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ UKG ഓരോ സെക്ഷനെ വിളിച്ചിട്ട് ജസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം നടത്തുക. പ്രൈസും അപ്പോഴാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതുപോലെ പിന്നെ അതുപോലെ ഇങ്ങനെ എന്താ പറയുക, സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുകയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇച്ചിരിയോടെ ഗ്രാൻഡായിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈവനിങ് വരെ ഉണ്ടായിരുന്നു. ഇതിൽ ഇവരുടെ UKGയും LKGനെയൊക്കെ ABCD എന്നല്ല, അതിന് പകരം ലാവൻഡർ, ലൈലാക്ക്, ലിലിയം അങ്ങനെ 3 ഫ്ലവേഴ്സിൻ്റെ പേരിലാട്ടോ ഇങ്ങനെ തരം തിരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വരുന്നത് ലൈലാക്കിലാണ്. അപ്പോൾ ലൈലാക്കിൻ്റെ ഗ്രാജുവേഷനായിരുന്നു ആദ്യം അവൻ്റെ ഗ്രാജുവേഷനാണ്. അതിലും അവൻ്റെ പേര് ആദം പോൾ എന്നായതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റൻഡൻസ് ക്രമത്തിൽ ഫസ്റ്റ് അവനായിരുന്നു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. സമയമൊന്നും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വന്ന ഗസ്റ്റും പ്രിൻസിപ്പൽ മാമും കൂടെ ചേർന്നിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റും പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതിനകത്ത് അവരുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്ലാസ് ടീച്ചർ അവനും കൂടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവരെങ്ങനെ ഓരോരുത്തരായിട്ട് ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ അവിടെ ബാക്കിലായിട്ട് നിർത്തിയിട്ട്
പിന്നെ അങ്ങനെ ഓരോ കുട്ടികളെയും നിർത്തിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗ്രാജുവേഷൻ സോങ്ങിന് വേണ്ടിയിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഇങ്ങനെ നിർത്തിയപ്പോൾ തന്നെ പാരൻസ് എല്ലാവരും കൂടി മീൻസ് ആ UKG കുട്ടികളുടെ പാരൻസ് എല്ലാവരും കൂടി മുന്നോട്ട് വന്ന് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഫോട്ടോഗ്രാഫർക്ക് ഒരു ഡിസ്റ്റർബ് ആവുന്ന രീതിയിലായിരുന്നു. ഞാൻ പിന്നെ മുന്നിൽ തന്നെ സീറ്റ് പിടിച്ചതുകൊണ്ട് പിന്നെ എന്താ പറയുക, എഡിറ്റ് പോയി ഒന്നും നിന്ന് ഫോട്ടോ എടുക്കണ്ടല്ലോ, അവിടെ തന്നെ ഒരു സൈഡിൽ നിന്നിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇത് ആദത്തിൻ്റെ ക്ലാസ് ആട്ടോ, ആദുവിൻ്റെ ക്ലാസ്സാണിത്. ഇതല്ല നമ്മൾ നേരത്തെ കാണിച്ചത്. അപ്പോൾ അതിനുശേഷം ആദുവിൻ്റെ പ്രോഗ്രാം അവൻ്റെ ഒരു ഡ്രാമയായിരുന്നു, റെയിൻബോ ഫിഷ് പറയുന്ന അങ്ങനെ ഒരു ഇതായിരുന്നു ആ ഡ്രാമ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഇത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ, അവർ മെറ്റീരിയൽ തരുന്നത്. അത് ലാസ്റ്റായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടീൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോരാ എന്നൊരു പ്ലാനിലാണ് ഞാൻ പോയത്. പക്ഷേ അവൻ്റെ പ്രോഗ്രാം ലാസ്റ്റ് ആയതുകൊണ്ട് ഫുൾ നിൽക്കേണ്ട വന്നു. ഞാൻ പിന്നെ അവൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നില്ല. പിന്നെ ഫുഡ് കൊടുക്കാനും സ്നാക്സ് ടൈമിന് ടീ ടൈമിന് വന്നതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ലഞ്ച് ബ്രേക്ക് ആകാനായി അപ്പോഴത്തേക്ക്. പിന്നെ ലഞ്ചൊക്കെ കൊടുത്തിട്ടാണ് പോയത്. കുട്ടികൾക്ക് ലഞ്ചൊന്നും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടീ അവർക്ക് നമുക്ക് പേ ചെയ്ത് വാങ്ങാമായിരുന്നു, അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പാരൻസിനായിരുന്നെങ്കിൽ ഒന്നുമില്ല. പിന്നെ വൈകുന്നേരം വരെ ഇരിക്കേണ്ടതുകൊണ്ട് നമ്മളൊക്കെ ഓരോ ചായ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ ചോറ്, ഞാൻ ദോശ കൊണ്ടുപോയത്, കാരണം എനിക്കറിയാം അവർ ചോറ് കഴിക്കത്തില്ല. പിന്നെ കുഞ്ഞും ഉണ്ടായിരുന്നല്ലോ, മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, മോളും വീട്ടിലുണ്ടായിരുന്നു ഇല്ലവൻ്റെ കൂടെ. ഞാൻ പിന്നെ ഒരു ഉച്ച കഴിയുന്നോടം വരെ പിടിച്ചു നിന്നു, കാരണം രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോയതാണ്, ദോശ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ചായ കഴിക്കിയത്, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു പാരൻ്റ്, അവരുടെ കൂടെ ഞാൻ ചായ കഴിക്കിയത്. ഇതവൻ്റെ ക്ലാസ് റൂമാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ നോക്കിയത്, ഇങ്ങനെ ഓരോ ബേർഡേ ഒക്കെ ഇങ്ങനെ ഓരോ മന്ത് ഇങ്ങനെ കൊടുത്തിട്ട് ക്ലൗഡ് ആക്കിയിട്ട് അതിനകത്ത് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്തോ റിവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനൊരു ബ്ലാക്ക് സ്റ്റാർ ഉണ്ട്, ബാക്കി റെഡ് സ്റ്റാറൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് പഠിത്തം നടന്നില്ല, വൈകുന്നേരം വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു, ഫുഡൊന്നും കറക്റ്റ് കഴിക്കാത്തതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.